ഹായ് ഓൾ, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഒരു മസാല കടല, അതായത് ബ്ലാക്ക് ചിക്പി മസാല എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഈ മസാല ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂണ് കൊറിയാൻഡർ പൗഡറാണ് പൗഡർ, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ചില്ലി പൗഡർ, 1/2 ടീസ്പൂണ് ടർമറിക് പൗഡർ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂണ് വലിയ ജീരകം, പെരുംജീരകം, ഇത് സെയിം അളവ് 3/4 ടീസ്പൂണ് ക്യുമിൻ സീഡ് ജീരകം, പിന്നെ പട്ട, ഒരു 6 നമ്പേഴ്സ് കാർഡമം ആൻഡ് 6 നമ്പേഴ്സ് ക്ലോവ്സ് ഗ്രാമ്പൂ, അതുപോലെ കുറച്ച് 5 to 6 ഗാർലിക്, ജിഞ്ചർ. ഇത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക. അടുത്തത് കുറച്ച് സാധനങ്ങൾ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഞാനൊരു 1/2 കപ്പ് അനിയന് വളരെ തിന്നായി സ്ലൈസ് ചെയ്തതും, പിന്നെ ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ പീൽ ചെയ്തിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഒരു 4 പച്ചമുളക് സ്ലിറ്റ് ചെയ്തത്, അല്പം കറിവേപ്പില. ഇത് ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. കടായി വെക്കുക. അതിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. അത് ഒന്ന് ചൂടാകുമ്പോൾ ആദ്യം ഞാൻ അനിയനാണ് ഫ്രൈ ചെയ്യുന്നത്, അതായത് ഗോൾഡൻ ബ്രൗൺ കളർ വരെ, പിന്നെ പൊട്ടറ്റോ, പിന്നെ ഗ്രീൻ ചില്ലി, കറി ലീവ്സ്. ഇതുപോലെ എല്ലാം ഇതേ രീതിയിൽ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ആ സെയിം കടായി തന്നെ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാം, പക്ഷെ ഞാനത് ആ സെയിം എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. തേങ്ങാ എണ്ണയാണ് യൂസ് ചെയ്തത് കേട്ടോ, കോക്കനട്ട് ഓയിൽ. അതിലേക്ക് ഒരു 1 ടീസ്പൂണ് കായപ്പൊടി ഹിങ് പൗഡർ ഇടുക. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഒരു 2 മീഡിയം സൈസ് അനിയൻ ചോപ്പ് ചെയ്ത് ഇടുക. അതിൽ ഒരുവിധം നല്ല കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടൊമാറ്റോ മീഡിയം വലിപ്പത്തിലുള്ളത് കട്ട് ചെയ്ത്, അത് അധികം ഒന്നും കുക്കാക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒരു 3 മിനിറ്റ്സ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഞാൻ അരച്ച് വെച്ചതായ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അരപ്പ് ഒന്ന് യൂസ് ചെയ്ത പാത്രം ഒന്ന് കഴുകി വെച്ചു. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ ഓയിൽ സെപ്പറേറ്റ് ആകുന്നത് വരെ ഇത് കുക്ക് ചെയ്യാം. ഇതിൻ്റെ നമ്മുടെ കടലയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയും ഇവിടെ ഞാൻ 1 കപ്പ്, അതായത് 250 ഗ്രാം കടല ഒരു 5 hours സോക്ക് ചെയ്ത ശേഷം കുക്ക് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്ക് ചെയ്തതാണിത്. എനിക്ക് തോന്നുന്നു ഒരു 4 വിസിൽ ഞാൻ വിസിലടിച്ചിട്ട ശേഷമാണ് അത് കുക്കായത്. അപ്പോൾ ഓരോരുത്തരുടെ കടലയുടെ വേവ് അനുസരിച്ച് നിങ്ങൾ കുക്ക് ചെയ്യുക. ഇത് നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ഒഴിക്കുക.
ഇനി ഈ സമയം ഞാൻ കടലക്കകത്ത് ഉപ്പ് ചേർത്തതാണ്. ഗ്രേവിക്ക് ഉപ്പ് വേണമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പില്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 to 12 മിനിറ്റ്സ് ഇത് കുക്ക് ചെയ്യുക. കുക്ക് ചെയ്യുക മീൻസ് വെള്ളം മസാല ഇങ്ങനെ ഒരുവിധം തിക്കായ രീതിയിൽ പൊതിയുന്നിട വരെ കുക്കാക്കുക. 10 മിനിറ്റ്സ് കഴിഞ്ഞു. ഒരുവിധം ഇത് കുറുകി ചാറ് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി ഇരിക്കുമ്പോഴത്തേക്ക് അതൊന്നുകൂടെ ചാറ് കുറുകി വരും. അതിനുശേഷം ഇങ്ങനെ വന്നതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് ഒരു ചെറിയ ടീസ്പൂണ് നെയ്യ്, ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ളതായ സാധനങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് ഇടുക. അണിയൻ, കറി ലീവ്സ്, പൊട്ടറ്റോ ആൻഡ് ഗ്രീൻ ചില്ലി. ഇത് സ്റ്റൗ ഓഫ് ചെയ്യുക. അങ്ങനെ നമ്മുടെ മസാല കടല അല്ലെങ്കിൽ മസാല ചിപ്പി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നെ ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ചോദിച്ചാൽ റൈസ്, നമ്മുടെ ചോറിൻ്റെ കൂടെ നമുക്ക് ഈ മസാല കഴിക്കാം. അതുപോലെ രാത്രിയിൽ ചപ്പാത്തിയുടെ കൂടെ പോകും. പിന്നെ പൂരി, പിന്നെ എന്നാ നമ്മൾ മിക്കവാറും ഓൾമോസ്റ്റ് നമ്മുടെ ഇന്ത്യൻ ബ്രെഡിൻ്റെ കൂടെ എല്ലാം പോകും. പിന്നെ നമ്മുടെ പുട്ട്, അപ്പം ഒക്കെ പോകാൻ നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ഒരു കടലക്കറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. പിന്നെ അതോടൊപ്പം ഇത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്.